കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം DCC പ്രസിഡന്റ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ആ പെൺകുട്ടി ഇത്ര നാൾ ഒളിവിലായിരുന്നോ എന്നൊരു ചോദ്യമാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. അതാണെന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ ഇപ്പോഴും ആക്ഷേപിക്കുകയല്ലേ, അപമാനിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇയാളെപ്പോലെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനൽ പശ്ചാത്തലവും സംസ്കാരവുമുള്ള ഒരാൾ, അയാൾക്കെതിരെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പുറത്തു വരിക? കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയല്ലേ? സ്വാഭാവികമായും ആ കുട്ടിക്കൊരു പേടിയുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കും ഇതുവരെ, ഭയമുള്ളത് കൊണ്ടായിരിക്കും ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത്. ഇപ്പോൾ ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പാലക്കാട് ജില്ലയിലെ DCC പ്രസിഡൻ്റൊന്നും ഈ കാര്യത്തിൽ അയാളെ സംരക്ഷിച്ചുകൊണ്ട് അയാൾക്ക് രക്ഷ കിട്ടുമെന്ന് ആരും കരുതണ്ട. കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും ക്രിയാത്മകമായി ഈ കാര്യം നിയമ നടപടികൾ സ്വീകരിക്കും. അതിനനുസരിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാവും എന്നാണ് എനിക്ക് അഭിപ്രായം. പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് 3 മാസം ഇങ്ങനെ വെച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണ് ശ്രീകണ്ഠനും ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സാധാരണഗതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു പരാതി ഉണ്ടാവണം. ഇവിടെ പരാതി കൊടുക്കാൻ ആരും തയ്യാറായില്ല. എന്നിട്ടും കേരളത്തിലെ വിവിധ ആളുകൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഇരയാക്കപ്പെട്ട പെൺകുട്ടി തന്നെ പരാതി കൊടുത്തപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്നു. ഇനി ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. അപ്പം അതാണ് ഇതുവരെ ആ കാര്യത്തിൽ ഒരു നിയമപരമായ കർശന നടപടിയിലേക്ക് പോകാത്തത് എന്നായിരിക്കും ഞാൻ കരുതുന്നത്. നിലവിൽ ഈ കോൺഗ്രസ് പുറത്താക്കണം എന്ന് പറയുന്നതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടതല്ലേ? അതെന്ന് ഞാൻ പറയുന്നത്, ഈ 4 മാസം മുമ്പ് ഈ ആരോപണം വന്ന സമയത്ത് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും ഒരു മാനവും നാണവും ഉണ്ടെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോണ്ടേ? എങ്ങനെയാണ് ജനങ്ങളെ ഇയാൾ ഫേസ് ചെയ്യുക? ചെയ്തല്ലോ. അവർക്ക് വേണ്ടി ന്യായീകരിച്ച ആളുകൾ ഈ നവമാധ്യമങ്ങളിലെല്ലാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായി തെറിവിളിയല്ലേ അയാൾക്കെതിരെ നിന്നവർ. ഉമാ തോമസിനെ അടക്കം വെറുതെ വിട്ടോ? അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു സജ്ജന പരസ്യമായി രംഗത്ത് വന്നില്ലേ? അവരെ വെറുതെ വിടുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവാണ് PT തോമസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ ഉമാ തോമസ് അല്ലേ? അവരെ അടക്കം ഇവരുടെ സൈബർ സംഘം ആക്രമിച്ചില്ലേ? അവർക്ക് ഇത്തരം ക്രിമിനലുകളെയും ലൈംഗിക വീഴ്ച നടത്തി ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നവരെയും ഒരു കൂട്ടം സൈബർ സംഘങ്ങൾ ബോധപൂർവം സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ എല്ലാം PR വർക്കിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടല്ലേ പല പെൺകുട്ടികളും ഇത്തരം ആക്ഷേപം ഉയർന്നു വന്നത്. ഇപ്പോൾ ഒരു റിനി ജോർജ് എന്നാണെന്നോ അല്ലേ, അവർ പറഞ്ഞത് എന്താ? അവരൊരു മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞപ്പോൾ എന്നെ ഇനി വിളിക്കാത്ത തെറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ തെറി വിളിക്കുന്നവനൊക്കെ വീട്ടിലെ അമ്മയും സഹോദരിമാരും ഇല്ലേ? ഒന്ന് ചിന്തിക്കണ്ടേ? ഇത്തരം ന്യായീകരണം നടത്തുമ്പോൾ, ഇതുപോലെ ഒരു തെമ്മാടിയെ സംരക്ഷിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ന്യായീകരണം പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ, അത് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നാണം കെട്ട് തലകുനിക്കുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായതല്ല.
4 മാസം മുമ്പ് തന്നെ ഈ വിഷയം കേരളത്തിലെ സർവ്വ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. പക്ഷെ അന്ന് പരാതിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അയാൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രചരണം കണ്ണാടിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത വരുന്നത്. വാർത്ത വന്നുടനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് മുങ്ങിയത് ബാംഗ്ലൂർക്കായിരിക്കുമോ എന്നൊരു സംശയമുണ്ട്. അതൊന്ന് മാധ്യമങ്ങളും കൂടി ആ വഴിക്കൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത്തരം ആളുകളെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ മനസ്സിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. ഇനി കോൺഗ്രസ് പുറത്താക്കണം, MLA സ്ഥാനം രാജിവെക്കണം. ഇതാണ് അവർ എന്തെങ്കിലും തരത്തിൽ ഇനി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ബാക്കിയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട നിലപാട്. CPM പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിനകം തന്നെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയതാണല്ലോ. ഇത്തരം തെമ്മാടികളുടെ പുറകിൽ പോകലല്ല യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പണി. ഇവിടെ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ്റെ പിറകിൽ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുഴുവൻ ഇവൻ്റെ പിറകിൽ നടക്കേണ്ടി വരില്ലേ? എത്ര എണ്ണമാണ് ഈ നമ്മൾ പറയില്ലേ, ടിഷ്യൂ പേപ്പർ ഒന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ടിഷ്യൂ വരും, അതെടുത്താൽ പിന്നെ വേറൊന്ന് വരും. ഈ ടിഷ്യൂ പേപ്പർ എടുക്കുന്ന മാതിരിയല്ലേ ഇവനെതിരെ ഈ ലൈംഗിക ആരോപണം പെൺകുട്ടികൾ കൊണ്ടുവരുന്നത്? ഇവൻ്റെ പിറകിൽ ഇങ്ങനെ സമരവും കൊണ്ട് നടക്കേണ്ട പണിയാണ് ഞങ്ങൾക്ക്. എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ കേരളം ചർച്ച ചെയ്യാനുണ്ട്, അതെല്ലാമാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് കോൺഗ്രസ് ഇയാളെ പുറത്താക്കണം, അയാൾ MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കുകയുമാണ്. അതാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇനി എന്തെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഈ കോൺഗ്രസ് തന്നെ ഒരുപാട് ശക്തികൾ രാഹുലിനൊപ്പമുണ്ട്. ഇപ്പോൾ അങ്ങ് കഴിഞ്ഞ ആളുകൾ സംസാരിക്കുന്ന സമയത്താണ് ഷാഫി പറമ്പിൻ്റെ ഒരു കാര്യം അറിയുന്നത്. അപ്പോൾ ആ തരത്തിൽ ആളുകളും ഷാഫിക്കൊപ്പം ഉണ്ടെന്നുള്ളൊരു ആരോപണം CPM ഉയർത്തുന്നുണ്ട്. അല്ല, അയാളുടെ കൂടെ ഒരുപാട് ആളുകളിപ്പോൾ സഹകരിച്ചു പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നിന്ന് സസ്പെൻഡ് ചെയ്ത വ്യക്തി എല്ലാ പ്രവർത്തനത്തിനും പരിപാടിക്കും പോയിട്ടും VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അയാളെ സസ്പെൻഡ് ചെയ്തു. എൻ്റെ ഒരു പിടിവാശിയാണെന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ. ആ സസ്പെൻഡ് ചെയ്ത ആൾ പരസ്യമായി കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ VD സതീശൻ അതിൽ നിന്ന് പിന്മാറിയില്ലേ? കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ അയാളെ ന്യായീകരിച്ചു വന്നില്ലേ? അപ്പോൾ ഒരു കൂട്ടം നേതാക്കൾ എന്ത് വൃത്തികെട്ട പ്രവൃത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർ ചെയ്താലും അവരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെയെല്ലാം രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതൊന്നും കേരളം വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.